ഇന്നലെ 2 ടീസേഴ്സ് പുറത്തു വന്നായിരുന്നു. ഒന്ന് കൂലി എന്ന് പറയുന്ന നമ്മുടെ തലൈവർ പടത്തിൻ്റെ ടൈറ്റിൽ ടീസറും ദെൻ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും. സോ രണ്ടും കൂടി ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ കൂലി നമ്മൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തലൈവർ 171ൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ കിട്ടിയ ഒരു ഹൈ എനിക്കിതിൻ്റെ ഒരു പ്രൊമോയിൽ കിട്ടിയില്ല. ഈ ഒരു ടൈറ്റിൽ ടീസറിലെ ലൊക്കേഷന് മറ്റു ചിത്രങ്ങളെ പോലെ, ഇപ്പോൾ ലിയോ പോലെ വിക്രം പോലെ എനിക്ക് അത്ര ഒരു ഹൈ ഇതിൽ കിട്ടുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. പക്ഷേ കാണിക്കുന്ന സീക്വൻസുകളിലും അതിൻ്റെ റെഫറൻസുകളിലൊക്കെ തന്നെ ആ ഒരു വിൻറ്റേജ് സാധനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ്, ആ ഒരു മോണോക്രോം സെറ്റപ്പിലൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെ അടിപൊളി. പക്ഷേ ആ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. ഇപ്പോൾ ലൊക്കേഷൻ്റെ ഏറ്റവും നല്ല ടൈറ്റിൽ പ്രൊമോ ടീസർ എന്ന് പറയുന്നത് ഐ തിങ്ക് വിക്രത്തിലാണ്. അതിനെ മറികടക്കാൻ ഇതുവരെ മറ്റ് സിനിമകളുടെ ടീസറുകൾക്കൊന്നും സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു ആരംഭിക്കലാമോ എന്ന് പറയുന്ന ആ ഒരു സാധനം അത് സെറ്റായിരുന്നു. പക്ഷെ അതിൻ്റെ അടക്കം റെഫറൻസ് എടുത്ത് ഇൻട്രോ ചെയ്ത് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഇതിൽ കാണിച്ച മുടിച്ചിടലാമോ എന്ന് പറയുന്ന ആ സാധനമൊക്കെ നല്ല രസമുണ്ട്. സോ കുറേ സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, കുറേ റെഫറൻസുകൾ മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മൂപ്പര് ചെയ്യുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വിജയ് പടം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അറ്റ്ലീനും കുറ്റം പറയുന്ന പോലെ ഇതിൽ പക്ഷേ അങ്ങനെയല്ല, കോപ്പി അടിക്കില്ല. ആ റെഫറൻസുകൾ വെച്ച് ഫാൻസിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്യുക. ഇപ്പോൾ വിക്രം എന്ന പടത്തിലായിരുന്നെങ്കിൽ കപിലാസൻ റെഫറൻസുകളായിരുന്നു മുഴുവനായിട്ട്. ഇവിടെ ആ ഒരു പഴയ വിക്രം പടത്തിനെ ടീസ് ചെയ്ത് അതിൻ്റെ ടൈറ്റിൽ സോങ്ങൊക്കെ എടുത്തിട്ടാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആയിരുന്നു നമ്മൾ ലിയോയിലും കുറേ കണ്ടത്. ദെൻ ഇപ്പോൾ ഈ ഒരു പടത്തിലും കാണാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ അതിൻ്റെ പ്രൊമോയിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ ആ ഒരു രജനി പടവും ദെൻ ആ ഒരു കൂലിന്ന റെഫറൻസും ദെൻ ഇങ്ങേര് പാടുന്ന പാട്ടും ഒക്കെ തന്നെ ഈ പഴയ വിൻറ്റേജ് രജനി ചിത്രങ്ങളൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. സോ ആ ഒരു ടച്ചൊക്കെ ഒക്കെയാണ്. ഇനി ഒരു പക്ഷേ സിനിമ വരുമ്പോഴായിരിക്കും അതിൻ്റെ ടീസറും ട്രെയിലറും. സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടാണ്. ഓൾറെഡി ഒരു പടം വരാനിരിക്കുന്നുണ്ട്, വേട്ടയൻ എന്ന് പറഞ്ഞ്. ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഐ തിങ്ക് ഷൂട്ടൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടാവുള്ളൂ. സോ നല്ലൊരു ഔട്ട്പുട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഒരു കല്ലുകടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാനിതിൻ്റെ 171 അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് LCU-ലായിരിക്കുന്നു. പക്ഷേ ലൊക്കേഷനാണെന്ന് പറയാൻ പറ്റില്ല. അവസാന നേരത്തിന് തിരിക്കോ മറക്കുമോ എന്നറിയില്ല. ഇപ്പോൾ ലിയോ ഇറങ്ങിയപ്പോൾ കുറേ പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതും സ്റ്റാൻഡ് അലോൺ ആണെന്ന്. ദെൻ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒന്നും പറയാതെ തന്നെയാണ് സിനിമ കണ്ടപ്പോഴാണ് നമുക്കത് LCU ആണെന്ന് മനസ്സിലായത്. അതേപോലെ തന്നെ ഇതും സ്റ്റാൻഡ് അലോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രതീക്ഷയില്ല. പക്ഷേ എങ്കിലും അത് LCU-ൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായെന്ന് തോന്നിയിരുന്നു പല സമയത്തും. കാരണം ആ ഒരു ആക്ടറിൻ്റെ കൂടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുമ്പോൾ ചെറുതൊന്നും ആയിരിക്കില്ല. എൻ്റയർലി ആ ഒരു സൗത്ത് ഇന്ത്യൻ ട്രിബ്യൂട്ട് തന്നെ ആ ഒരു പടം മുഴുവനായിട്ട് എന്ന് എനിക്ക് പല സമയത്തും തോന്നിയിരുന്നു. സ്റ്റിൽ കാർത്തിക് സുബ്രാജ് ഒക്കെ പേട്ടയിൽ ചെയ്ത പോലെ ഒരു ഫാൻ ബോയ് സംഭവം തന്നെ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞുള്ള ലൊക്കേഷന് മറ്റു ചിത്രങ്ങളാണ് കൈദിയും ബാക്കി വിക്രം 2 ഒക്കെ തന്നെ. സോ ഇത് കഴിഞ്ഞിട്ടാണ് കൈദി 2 ഒക്കെ ചെയ്യാതിരിക്കുന്നത്. സോ ഈ പടം വെറുതെ ആയിരിക്കില്ല. മുമ്പത്തെ അതേ ക്രൂ, അതേ ടീം മെമ്പേഴ്സ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. സ്റ്റൺസ് അൻപരുവാണ്, അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്, എല്ലാം ആ സെയിം ടീം തന്നെ, ഒരു വ്യത്യാസമില്ല. സംഭവം ഒരു പക്ക തിയേറ്റർ ബ്ലാസ്റ്റിനെ ആയിരിക്കും, ഒരു പക്ക കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ. എന്താണ് ഓഡിയൻസിന് വേണ്ടത് അത് അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സാധനത്തിൽ എനിക്ക് ആ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ കിട്ടിയ ഒരു ഗുമ്മും ഈ ഒരു പ്രൊമോയിൽ കിട്ടിയില്ല. സ്റ്റിൽ ഈ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ അതിൽ എക്സൈറ്റിംഗ് ആവുന്ന ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. സോ ഇതാണ് കൂലി എന്ന സിനിമയുടെ ടൈറ്റിൽ പ്രൊമോയായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ എടുത്താൽ ഈ ഒരു സിനിമ ആയിരിക്കും മാർവലിനെ രക്ഷിക്കാൻ പോകുന്നൊരു സിനിമ. ഇതും ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. MCU-ആയി നിൽക്കുന്ന ഒരു മാർവലിൻ്റെ ഒരു റീഇൻകാർണേഷൻ അല്ലെങ്കിൽ ഒരു റിവൈവലിന് പറ്റിയ ഏക പടമാണ്. കാരണം ദിസ് 2 ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് അവർ രണ്ടുപേരും കൂടി ഒരു സിനിമയിൽ ഒന്നിക്കുക എന്നുള്ളത് കുറേ കാലത്തെ ഡ്രീമാണ്. ഈവൺ ഈ ഒരു MCU മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തന്നെ ഡെഡ്പൂളിൻ്റെ ആ ഒരു ഇൻകോർപ്പറേഷൻ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നിട്ട് അവസാനം ഇപ്പോൾ നടക്കാൻ പോകുന്നൊരു സിറ്റുവേഷനിലാണ്. പോരാത്തതിന് ഈ 2 ക്യാരക്ടേഴ്സിനും കൂടി ഒരു സിനിമയിൽ അതും ഡെഡ്പൂൾ 3 ഉൾപ്പെടുത്തുമ്പോൾ അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. നമ്മളിതിൻ്റെ ടൈറ്റിലും മുതൽ ഇതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തപ്പോഴൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ ദിസ് ട്രെയിലർ ലുക്സ് അമേസിങ്. ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിൽ പറയാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഷാഡോ ചെയ്ത് ടീസ് ചെയ്ത് എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കണമെന്ന് ഒരു പിടുത്തം തരാതെയാണ് പല സാധനങ്ങളും കാണിച്ചു പോയിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ അവസാനമൊക്കെ പോർട്ടൽ ഓർക്കുന്ന സാധനമൊക്കെ കാണുമ്പോൾ എല്ലാവരും വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷേ മാർവലാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ നമ്മൾ കുറേ ഷോട്ടുകൾ എൻഡ് ഗെയിമിലും ഇൻഫിനിറ്റി വാറിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ പറയാം അവർ പോർട്ടൽ തുറന്ന് നേരെ എൻഡ് ഗെയിമിൽ ആ സീക്വൻസിലേക്ക് ചാടി അവിടെ കിടന്ന് പോകണം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൂട്ടാം. പക്ഷെ ഒന്നും അറിയില്ല, ചിലപ്പോൾ പടത്തിൽ അങ്ങനെ ഒരു പോർട്ടലേ ഉണ്ടാവില്ല. ഇവർ വെറുതെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ചാടണമായിരിക്കും. സോ അങ്ങനത്തെ കുറേ കണ്ണുകെട്ട് സാധനങ്ങളൊക്കെ മാർവൽ ചെയ്യാറുള്ളത് കൊണ്ട് അതിലൊന്നും ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി അത് പൊളിയായിരിക്കും.
അത് ഒന്നാണെങ്കിൽ ഒരു വേറെ ലെവൽ ക്യാരക്ടർ, മറ്റേതാണെങ്കിൽ ഒരു ഹിലാരിയസ് ക്യാരക്ടർ. സോ ഇവർ രണ്ടുപേർക്കും ഉള്ള എബിലിറ്റീസ് ഏകദേശമൊക്കെ സെയിം ആണ്. സോ ഇവരുടെ ആ ഒരു റിവൈവൽ ടൈമൊക്കെ വളരെ കുറവാണ്. സോ ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണേൽ ഇവർക്ക് ചെയ്യാം. ഒരാളെ വേണമെങ്കിൽ തല വെട്ടാം, കുത്തിക്കൊല്ലാം, വെടിവെച്ച് കൊല്ലാം. പക്ഷേ രണ്ടുപേർക്കും പെട്ടെന്ന് തന്നെ ഹീലാവും. സോ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇവരുടെ ഫൈറ്റും ഇവരുടെ ആ ഒരു ഈഗോ ക്ലാഷും ദെൻ ഇവർ രണ്ടുപേരും ടീമായാലും ഉണ്ടാവുന്ന ഔട്ട്പുട്ടും ഒക്കെ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരധികം എക്സൈറ്റിംഗ് ആവുന്ന കുറേ സാധനങ്ങളാണ്. ദെൻ അവർ ക്ലാസിക് വൂൾവറൈൻ സ്യൂട്ടിട്ട് ജാക്ക്മാൻ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു സ്ലോമോ സീൻ, ഐ തിങ്ക് ദാറ്റ് സീൻ വിൽ ബി ദ സീൻ ഓഫ് ദി ഇയർ. തിയേറ്റർ ഇറപ്റ്റ് ചെയ്യാൻ പോകുന്ന സീനായിരിക്കും. അത് പ്രത്യേകിച്ച് ആ സ്ലീവ്ലെസ് സാധനം വെച്ചിട്ട് മൂപ്പര് ഇതിനു വേണ്ടി കുറേ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എവിടെ നിന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് ഈ സാധനം കണ്ടത്. ആൻഡ് അത് തന്നെയാണ് ഈ ഒരു ഐ തിങ്ക് ട്രെയിലറിലെ ഏറ്റവും അധികം ലെങ്ത് കൂടുതലായിട്ട് കാണിച്ച ഒരു സീക്വൻസ് അത് തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ആൻ ഇമ്പോർട്ടൻറ്റ് സീൻ ഇൻ ദ ഫിലിം. സോ ഭയങ്കര രസമുള്ള, ഭയങ്കര ഹിലേറിയസ് ആയിട്ടുള്ള ഒരു പക്ക ഫൺ ഫീൽഡ് ആക്ഷൻ കോമഡി എൻ്റർടൈനർ തന്നെയായിരിക്കും ഡെഡ്പൂൾ 3 നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ ജൂലൈയിലാണ് ഇറങ്ങുന്നത്. ആൻഡ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന ഒരുപാട് പോസ്റ്റേഴ്സും ഒരുപാട് കോമിക്കോൺ സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സ്നീക്ക് പീക്ക് പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ. എല്ലാം തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബോടെയാണ് പുറത്തിറങ്ങുന്നതെന്ന് പറയാം. ഈവൺ ഇതിൻ്റെ ഒരു ട്രെയിലർ അടക്കം. സോ അധികം കാര്യങ്ങളൊന്നും ഇനി റിവീൽ ചെയ്യാതെ ഇത്തരത്തിലുള്ള ട്രെയിലർ ഇറക്കുന്നതായിരിക്കും നല്ലത്. പണ്ടിപ്പോൾ മാർവലും നല്ല ഹോളിവുഡിൽ എല്ലാവരും ചെയ്യുന്നത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആക്ടും വൃത്തിക്ക് കാണിച്ചിരുന്നത്. അങ്ങനെയൊന്നുമില്ല. ആ ഒരു സ്ട്രക്ചറിനെ മുഴുവനായിട്ട് പൊളിച്ചടുക്കിയിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ടീസറിൽ തന്നെ റയാൻ റെയ്നോൾഡ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലീഷേഡ് ബാക്ക് സ്റ്റോറീസ് ഒക്കെ തന്നെ പൊളിച്ചടുക്കിയിട്ടായിരിക്കും ഈ സിനിമ എടുക്കുന്നുണ്ടാവും. സോ ഒരുപക്ഷെ മാർവലിൻ്റെ ഈ അടുത്ത ഫേസിലേക്കുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിലൊന്നായിരിക്കും. ഇഫ് നോട്ട് വളരെ നല്ലൊരു സൂപ്പർ ഹീറോ ചിത്രം കണ്ട ഒരു അനുഭവമായിരിക്കും ഈ സിനിമ എന്നുള്ളത് തീർച്ചയാണ്. സോ ഇതിലേതെങ്കിലും ഒന്നായാൽ മതി. ഇതിലിപ്പോൾ എനിക്ക് ആവശ്യം നല്ലൊരു സിനിമ, നല്ലൊരു മാർവൽ സൂപ്പർ ഹീറോ സിനിമ കണ്ടു എന്നുള്ളത് മാത്രം മതി. അല്ലാണ്ട് ഇനി മാർവലിൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചറോ ഇവർ പിന്നീട് വരണമെന്നൊന്നുമില്ല. ഒരു സിനിമ രണ്ടുപേരും കൂടി ഒരുമിച്ച് പക്കാ സാധനം കിട്ടിയാൽ മതി. അതിനപ്പുറത്തേക്ക് വേറൊന്നും വേണം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നോവേ ഹോമിലൊക്കെ നമുക്ക് കിട്ടിയ ആ ഒരു വൈബ് നമുക്ക് ഇനി കിട്ടണം നമുക്കൊരു പ്രതീക്ഷയില്ല. വേണ്ട, ഒരൊറ്റ പടം മതി. എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ, ആ 2 പടങ്ങളും മതി. അങ്ങനത്തെ ഒരു കിടിലം പടമായാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ 2 ടീച്ചേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.